ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് Redmi A2 എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi A2 എന്നുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആദ്യം ഈ ഒരു വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2GB റാം 64GB ഇൻറ്റേർണൽ വെർഷനാണ്. പിന്നെ ഇവിടെ ബോക്സിൽ 4GB റാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൂടി വഴിയാണ് ഈ ഒരു 4GB റാം ആവുന്നത്. ഇത് 2GB റാം വെർഷനാണ്. അപ്പം ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഇതിൽ പോയിട്ട് വികാതിരിക്കുക. 4GB റാം അല്ല 2GB റാമാണ്. ഇപ്പോൾ ഇവിടെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും 2GB റാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ബോക്സിൽ മാത്രമാണ് 4GB റാം എഴുതിയിട്ടുള്ളത്. പിന്നെ 64GB ഇൻറ്റേർണൽ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ 5300 രൂപ പ്രൈസ് റേഞ്ചിലാണ് മേടിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവെ 32GB ഇൻറ്റേർണലൊക്കെയാണ് വരാറ്. ആ ഒരു ടൈമിൽ നമുക്ക് 64GB ഇൻറ്റേർണൽ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോൺ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നമ്മൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബോക്സിൽ കാണാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ ഫോണാണ്. അപ്പോൾ ഫോൺ നമുക്ക് ആദ്യം ഒന്ന് മാറ്റി വെക്കാം. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചാർജറാണ്. ഇപ്പോൾ ചാർജറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. 5300 രൂപയെ ഇതിൻ്റെ വില വരുന്നുള്ളൂ. പിന്നെ ഇതിൽ ഒരു സിം ഇജക്ടർ ടൂളും വരുന്നുണ്ട്. ഇനി എന്തായാലും ബോക്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ആദ്യം പോർട്സും ബട്ടൺസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിം ട്രേയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കിട്ടുന്നത്. അത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ബട്ടണും വരുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഇപ്പം ബാക്ക് പാനൽ എന്ന് പറയുന്നത് അത്ര നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു ബാക്ക് പാനൽ കാണുമ്പം 5300 രൂപയാണ് വില എന്നൊന്നും പറയില്ല. ബാക്ക് പാനൽ അത്യാവശ്യം നല്ലൊരു ബാക്ക് പാനലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് ഇത് കയ്യിൽ നിന്ന് പോകുന്ന ടൈപ്പൊന്നുമല്ല. പിന്നെ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. 5300 രൂപയെ ഈ ഫോണിൻ്റെ വില വരുന്നുള്ളൂ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ലാത്തത് ഓക്കെയാണ്. പിന്നെ ഫ്രണ്ട് പാനലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ 6.52 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനീഷ്യലി ഞാൻ മേടിച്ച സമയത്ത് തന്നെ എനിക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതുപോലെ 6000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലൊക്കെ ഒരു മേജറായിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇനീഷ്യലി ഒരു അപ്ഡേറ്റ് ലഭിച്ചു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബ്ലോട്ട് വേസ് ഉണ്ടോ എന്ന് വെച്ചാൽ കുറച്ച് ബ്ലോട്ട് വേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇപ്പം ഗെയിം സെൻറ്റർ, ഗെറ്റ് ആപ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, സ്പോട്ടിഫൈ ഇതുപോലെ കുറേ ആപ്പുകൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗോഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാലും കുറേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമ്മൾ സ്ക്രോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ഒരു നോർമൽ യൂസിനൊക്കെ ഓക്കെയാണ്. പിന്നെ ചില സമയത്തൊക്കെ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിലേയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പലപ്പോഴും സെറ്റിങ്സിലൊക്കെ അങ്ങനെ ചെറിയൊരു ഡിലേ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞെക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആവുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോണ്ടന്റ് വ്യൂയിങ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോർമൽ HD ക്വാളിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വീഡിയോസൊക്കെ പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ ഫുൾ HD സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫുൾ HD ക്വാളിറ്റിയിലൊന്നും ഇടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ ഒരു ഫുൾ HD ക്വാളിറ്റിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഇടയ്ക്ക് ചെറിയൊരു സ്റ്റക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കി റെസൊല്യൂഷനിലോട്ട് വരുമ്പോൾ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. 1080p സപ്പോർട്ട് ഉണ്ടെങ്കിലും മാക്സിമം അത് യൂസ് ചെയ്യാതിരിക്കുക. HD അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന ക്വാളിറ്റിയിൽ വീഡിയോ പ്ലേ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോസ് കാണാവുന്നതാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ആവറേജ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചില ആൾക്കാർക്ക് ഗെയിമിങ്ങിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഗെയിംസൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ക്യാൻഡി ക്രഷ് ഇതുപോലുള്ള ഗെയിമുകളൊക്കെ നമുക്ക് ഇതിൽ സുഖമായിട്ട് കളിക്കാവുന്നതാണ്.
പിന്നെ ചില ആൾക്കാർക്ക് ബഡ്ജറ്റ് കുറവായിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ ഫോണിൽ BGMI പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BGMI കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാവുന്നതാണ്, വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ വലിയ നല്ല പെർഫോമൻസും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ബേസിക് ആയിട്ടുള്ള പെർഫോമൻസേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗെയിമിങ്ങിലൊക്കെ. എന്തായാലും BGMI പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കളിക്കാം, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ കളിക്കാനും പറ്റും. ഇപ്പം BGMI പോലുള്ള ഗെയിമുകളൊക്കെ ലോഡ് ആവാൻ കുറച്ചൊക്കെ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G36 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇപ്പം 5300 രൂപ പ്രൈസ് വെച്ചിട്ട് അത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നുമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അത്രേ ഉള്ളൂ. അപ്പം ഭയങ്കര ഒരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെ ഇതിൽ 2 GB റാമേ വരുന്നുള്ളൂ. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വലിയൊരു ഗ്രാഫിക് പെർഫോമൻസും കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കളിക്കാൻ പറ്റും. ഗ്രാഫിക് സെറ്റിങ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തിലാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ കളിക്കാം, ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ കളിക്കാം. HD ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൻ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സേ വരുന്നുള്ളൂ. എന്നാലും നമുക്ക് PUBG പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ ക്യാൻഡി ക്രഷ് പോലുള്ള ഗെയിമുകളൊക്കെയാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു ക്യാമറ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ടൈപ്പ് ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോട്ടോ അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ഒരു ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പോൾ അധികം ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡിഷ് ടിൻ്റൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിൻ്റെ വിലയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ഫുട്ടേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് Redmi A2 എന്ന ഫോണിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. ഭയങ്കര ഒരു വീഡിയോ ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെ ഭയങ്കര സ്റ്റെബിലൈസേഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിന് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് പറയാവുന്നതാണ്. കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇത് Redmi A2 എന്നുള്ള ഫോണിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ഷേക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പം ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിൽ കുറച്ചധികം വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ബാറ്ററിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസമൊക്കെ ഫോൺ സുഖമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 10 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ആ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ചാർജ് ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കും. 2 മണിക്കൂറിൽ കൂടുതലൊക്കെ മൊത്തത്തിൽ ചാർജ് ചെയ്യാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കാവുന്നതാണ്. വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അല്ലാതെ 15000 20000 അതിൻ്റെയൊക്കെ മുകളിൽ വരുന്ന ഫോണുകൾ യൂസ് ചെയ്തവർക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല. അപ്പം അധികം യൂസ് ഒന്നും ഇല്ലാത്ത ആദ്യമായിട്ട് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് 5300 രൂപ എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആയിട്ട് ഇപ്പം വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതുപോലെ കുറച്ച് ആപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകം പറയേണ്ട കാര്യം, വലിയൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെ എന്ന് പറയാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുയിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.